സോ ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ നമ്മൾ ഇന്ന് വരെയും നമ്മുടെ ഫ്രീ ഫയറിൽ SMG ഗൺസ് ഒക്കെ വെച്ചിട്ട് നല്ല പ്രോപ്പറായിട്ട് ഓൺലി റെഡ് നമ്പർ ഹെഡ് ഷോട്ട്സ് കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് സഹായിക്കുന്ന 2-3 ടിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ല ഹെഡ് ഷോട്ടൊക്കെ SMG ഗൺസ് ഒക്കെ വെച്ചിട്ട് അടിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും വീഡിയോസ് സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യില്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലിൽ ഈ ഒരു വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ പറയാം. സോ ഈ സമയം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഒരു 4 ടിപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യം നിങ്ങളെ ഗെയിം പ്ലേയിലാണ് നിങ്ങൾ അതേപോലെ ഇംപ്ലിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കയറുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ SMG ഗൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ഷോട്ട് കയറാത്തതിന് മെയിൻ ഒരു ഇഷ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് റീകോയിലാണ്. ഓക്കെ, അപ്പോൾ റീകോയിൽ എന്താണെന്ന് ഇവിടെ ജസ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ SMG ഗൺസോ അല്ലെങ്കിൽ UMP MP40 ഏതൊരു ഗണ്ണായിക്കോട്ടെ, ആ ഒരു ഗണ്ണ് വെച്ച് നമ്മൾ ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നടുക്കുള്ള ഒരു എയിമിൻ്റെ ആ ഒരു ലോകാണ് ഭയങ്കരമായിട്ട് വലുതാവുന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും ഒരു ട്രെയിനിങ് മോഡിലോ അല്ലെങ്കിൽ ഒരു ആഡം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആഡമിൻ്റെ അടുത്ത് പോയതിന് ശേഷം നമ്മുടെ ഈ ഒരു എയിം ആണെങ്കിൽ അവൻ്റെ ഹെഡിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂസ് ഒന്ന് ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നടുക്കത്തെ ഈ ഒരു എയിം വലുതാവുന്നതനുസരിച്ച് നമ്മുടെ ഈ പോകുന്ന ഫയർ ഓരോ ബുള്ളറ്റ്സും എനിമിയുടെ ഹെഡിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 1-2 ഹെഡ് ഷോട്ട്സ് മാത്രമേ എനിമിയുടെ ബോഡിയിൽ കയറാറ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഹെഡിൽ കയറാറ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ കണ്ടിന്യൂസ് ഫയർ ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഒരു പല ഗണ്ണിനും പല രീതിക്കായിരിക്കും ഇതിൻ്റെ ഒരു മിനിമം റേറ്റ് ഗൺസിൻ്റെ ഫയറിങ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ഇത്ര ഫയർ ചെയ്തതിന് ശേഷം ഈ റീകോയിൽ കാര്യങ്ങൾ വലുത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓരോ ഗണ്ണിനും പല രീതിക്കായിരിക്കും, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത്രയും ഷോട്ട്സ് ചെയ്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഗ്ലൂ വാൾ ഇടുക, അല്ലെങ്കിൽ ഗണ്ണൊന്ന് റീലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് 2-3 മൂവ്മെൻറ്റ് ഇടുക. അതിന് ശേഷം വീണ്ടും ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കയറുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കി, ഇല്ലെങ്കിൽ ജസ്റ്റ് ഡൗട്ട് ഉണ്ടെന്നും ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കാണ് ഈ ഒരു റീകോയിൽ ഇഷ്യൂ കാര്യങ്ങളെ സോൾവ് ചെയ്യാനും മറ്റൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് നോക്കിയാണ്. ട്രിക്കല്ല, ഇത് ആക്ച്വലി ഒരു മിസ്റ്റേക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളാണ് ഫയർ ചെയ്യുന്ന ടൈമിൽ ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ജോയ്സ്റ്റിക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളാണ് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നടുക്കുള്ള സൈഡിലുള്ള ഒരു ബട്ടണാണ്. ഓക്കെ, ജോയ്സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ റീകോയിൽ കാര്യങ്ങളൊക്കെ ആവുകയും നമ്മുടെ പ്രോപ്പറായിട്ട് ഹെഡ് ഷോട്ട് കയറിയായിരിക്കും പല ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് യൂസ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, എനിമിയുടെ എയിം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ യൂസ് ചെയ്ത് നമ്മൾ ഫയർ ചെയ്യുന്ന ആ ഒരു ടൈമിങ്ങിൽ തന്നെ നമ്മൾ ഈ ഒരു ബട്ടണിൽ നിന്ന് കൈ എടുത്തേക്കണം. കാരണം അതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഫയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ഷോട്ട്സ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, കയറുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതുപോലെ റീകോയിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫയർ ചെയ്യുന്ന ടൈമിൽ അതിൽ നിന്ന് കൈ എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജോയ്സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുത്താം. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വേറെ ലെവലായിട്ട് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ഈ മൂവ്മെൻറ്റ് സ്പീഡും അതുപോലെ തന്നെ ആക്യുറസി കാര്യങ്ങളൊക്കെ കൂടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ DB എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആക്യുറസി അതുപോലെ തന്നെ മൂവ്മെൻറ്റ് സ്പീഡ് മറ്റുമൊക്കെ കൂടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വേറെ ലെവലായിട്ടുള്ളൊരു സ്കില്ല് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ SMG ഗൺസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഉറപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ നമ്മുടെ അടുത്തൊരു ട്രിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഇപ്പോഴും വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സിനോട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ ഈ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. സോ നമ്മുടെ അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡ്രാഗ് ആണ്. ഓക്കെ, ഏത് രീതിയിൽ ഡ്രാഗ് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള ഡ്രാഗിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ആക്കി നിൽക്കുന്ന എനിമിക്ക് എപ്പോഴും ഡ്രാഗ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളായിരിക്കും. ജസ്റ്റ് സ്ട്രേറ്റ് ഡ്രാഗ് മറ്റൊക്കെ ചെയ്താൽ മതി. അതേസമയം ഇപ്പോൾ ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ഓടുന്ന എനിമിക്ക് നമ്മൾ സ്ട്രേറ്റ് ഡ്രാഗ് ചെയ്തതിന് ശരിക്കും ഹെഡ് ഷോട്ട് കാര്യങ്ങളൊന്നും കയറുന്നതായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എനിമീസിന് എങ്ങനെയാണ് ഹെഡ് ഷോട്ട് കൊടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ബട്ടൺ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് ടോപ്പിലേക്ക് ഡ്രാഗും മറ്റുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോപ്പറായിട്ട് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഓടുന്ന എനിമിയാണ് റൈറ്റ് സൈഡിലോട്ട് ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ആക്യുറസി ഹെഡ് ഷോട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള പറയുക. സോ ഈ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.